കണ്ടമാനം ആൾക്കാർ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബസ്സിലാണ് ഇപ്പോൾ യാത്ര. എന്താണെന്ന് അറിയുന്ന ഒരു ആകാംക്ഷ ഉണ്ട്. എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ? ഒന്ന് രണ്ട് വാക്കിൽ പറഞ്ഞാൽ നന്നായിരുന്നു. എന്നോട് പറഞ്ഞാൽ മതി. അല്ല, പ്രതിഷ്ഠ ഇത് തന്നെ. അവിടെ നമ്മുടെ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 32,000 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുരാണിക് സമ്പ്രദായ പ്രകാരം, നോർത്ത് ഇന്ത്യൻ സമ്പ്രദായ പ്രകാരമുള്ള ക്ഷേത്രമാണ്. അതിന് നമ്മുടെ അവിടുത്തെ മൈൻഡിൽ അതിനൊരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട് അവിടുത്തെ ക്ഷേത്രങ്ങൾക്കൊക്കെ. മുകളിലേക്ക് ഒരു ഇപ്പം ഇവിടെ കണ്ടില്ലേ, കാശിയിൽ കണ്ടില്ല, മുകളിലേക്ക് ഇങ്ങനെ പൂവായിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ. അതേമാതിരി തന്നെ കേദാറിലും അതൊരു പ്രത്യേക സ്ട്രക്ചറാണ്, മനസ്സിലായോ? അതിൻ്റെ ഉള്ളിലാണ് കേദാർനാഥൻ, ശിവന്റെ ആത്മരൂപമാണ് കേദാർനാഥൻ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്ന നമ്മൾ ഈ 32,000 അടി ഉയരത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഒന്ന്, മറ്റേ ഇതിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജൻ വളരെ കുറവാണ്. ഉയരം കൂടുന്തോറും ഓക്സിജൻ കുറയും. അപ്പം നമുക്ക് തലയിലെ ശ്വാസം മുട്ടുള്ളവർക്ക് ഇത് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല, അതൊന്നും പേടിക്കണ്ട. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം 2-3 പരിപാടി ഉണ്ട് അവിടെ. അതായത് നമുക്ക് ഹെലികോപ്റ്ററിൽ പോവാം, നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം. 18 കിലോമീറ്റർ ഉണ്ട് നടക്കുകയാണെങ്കിൽ നടന്നു പോകാം. അതല്ല വെച്ചാൽ മറ്റേ ഇപ്പൊ മോദി ഗവൺമെന്റിന്റെ പുതിയ പരിപാടി റോപ്പ് വേ തുടങ്ങുന്നുണ്ട്. നമ്മള് സാധാരണ കുതിരപ്പുറത്ത് എവിടെ നമ്മള് പോകുമ്പോ കുതിരപ്പുറത്തേക്ക് വേണമെങ്കിൽ കുതിരപ്പുറത്ത് പോകാൻ, നടക്കേണ്ടവർക്ക് നടക്കാം. പ്രത്യേക ഒരു അതല്ല, ഈ കേദാർനാഥിലെ ആ പ്രതിഷ്ഠ ഉണ്ടായെന്ന് പറയോ? കേദാർനാഥില് പ്രതിഷ്ഠ ഈ പാണ്ഡവന്മാര് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് സ്വജനങ്ങളെയും മറ്റേ ബ്രാഹ്മണരെയും ഗുരുനാഥന്മാരെയൊക്കെ വധിച്ചിട്ടുണ്ടല്ലോ അവര്, പഞ്ചപാണ്ഡവര്. അവർക്ക് അതിന്റെ ദോഷം തീർന്നാലേ അവർക്ക് സ്വർഗാരോഹണിയിലേക്ക് എത്താൻ പറ്റും, മോക്ഷം കിട്ടും. അതിന്റെ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് അവർ വിഷ്ണുവിന്റെ അടുത്ത് ചെല്ലും. എല്ലാം ഉപേക്ഷിച്ചു അവര്. യുദ്ധം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഉപേക്ഷിച്ച് അവര് ജീവിതം തന്നെ വേണ്ട വെച്ചിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് വിഷ്ണുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. വിഷ്ണുവിനെ എല്ലാവർക്കും അറിയാലോ, കണ്ടിട്ടുണ്ട് ഇഷ്ടമായത്. പറഞ്ഞപ്പോൾ ഞാനല്ല ഇപ്പൊ തീരുമാനിക്കേണ്ടത്, സപ്തർഷികളാണ് തീരുമാനിക്കേണ്ടത്. സപ്തർഷികളുടെ പോയി സപ്തർഷികളുടെ സഭയിൽ വെച്ചിട്ടാണ് തീരുമാനം. സപ്തർഷികൾ പറഞ്ഞു ശിവനെ പിടിച്ചോളൂ, അതേ നടക്കുള്ളൂ. അഗസ്ത്യമുനിയാണ് പറയുക, ശിവനെ പിടിച്ചോളൂ എന്നാലും നടക്കും. പരിഹാരം കാണാം, അതുകൊണ്ട് നിങ്ങൾ ശിവനെ പോയി പിടിച്ചോളൂ പറയും. അപ്പൊ ഈ ശിവൻ ഇപ്പൊ എവിടെയാന്നുള്ളത് വെച്ചാൽ വേണ്ട, ആദ്യം പോയി എല്ലാവരും കൂടിയിട്ട്. അപ്പൊ പറഞ്ഞു ശിവൻ ഇങ്ങനെ കേദാറിലുണ്ടാവും ആള്. കേദാറല്ല, കൈലാസത്തിലുണ്ടാവും ആള്. തെരഞ്ഞു എന്നാ പോവുക, എല്ലാവരും കൂടി പുറപ്പെട്ടു. തെരഞ്ഞു പിടിച്ച് ശിവനെ തെരഞ്ഞുകൊണ്ട് പോയി. അപ്പൊ ശിവനാണെങ്കിൽ ശിവന് മനസ്സിലായി ഇവര് ഇതിന് വരുന്നത്. ശിവൻ വരെ കാണുമ്പോൾ മുങ്ങി നടക്കും. ആദ്യം ശിവൻ താഴത്ത് ഗുപ്താകാശിയിൽ വന്നു. ഈ മലയുടെ അടിവാരത്തില് ഗുപ്താകാശി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വന്നു. അവിടുത്തെ ബ്രാഹ്മണരാണ് അവിടെ പൂജ, ഈ കേദാറില്. അപ്പൊ അവിടെ വന്നു. അപ്പൊ അവിടെ എത്തിയോട് കൂടി ശിവൻ അവിടുന്ന് മുങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവരിങ്ങനെ പിന്തുടർന്ന് പോകണ്ട്, അന്വേഷിക്കണം, അവിടെ അന്വേഷിക്കണം, പലരോടും ചോദിക്കണം, ശിവനെ കണ്ടില്ലേ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി മുകളിലേക്ക് കുറെ കഴിഞ്ഞപ്പോ ഈ സോനപ്രയാഗ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം പോണ വഴിയില് അവിടെ ഇവര് കുളിക്കുകയാണ്. ഗൗരി കുണ്ട് ഒരു തടാകം പോലെ ഉണ്ട്. അതില് കുളിയൊക്കെ കഴിഞ്ഞ ഇവർക്ക് ക്ഷീണവും ഇതൊക്കെ ഉണ്ടല്ലോ. പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവർക്കൊരു സൂചന കിട്ടി, ശിവ ഇങ്ങനെ കേദാറിലേക്ക് പോയിട്ടുണ്ടാവും. ഇവരെ കണ്ടപ്പോ പല കയറി പോയി. അപ്പൊ എന്ത് ചെയ്തു, ഇവരെല്ലാരും കൂടിയിട്ട് കേദാറിലേക്ക് പുറപ്പെട്ടപ്പോ വഴി ഇങ്ങനെ അവിടെ പോണ വഴിക്ക് ഒരു യമദ്വാരം എന്നൊരു സ്ഥലമുണ്ട് ഈ കേദാറിലേക്ക് പോണ വഴിയിൽ. ആ യമദ്വാരം വഴിയാണ് അത്ര അവരന്ന് പോയിരിക്കുന്നത്. പോകുമ്പോൾ അവിടെ ശിവാലിക് കുന്നുകൾ വളരെ ഫേമസ്. നമ്മൾ ആ ബദരി കേദാർ നിൽക്കുന്ന ആ ഭാഗത്തിന് മുഴുവൻ പറയുന്ന പേരാണ് ശിവാലിക് കുന്നുകൾ, താഴ്വര എന്നാണ് പറയും. അവിടെ വലിയ വലിയ കാളകളുണ്ട്.
ഭയങ്കരമായ കാളായിരുന്നു. ഇങ്ങനെ മെയിന സ്ഥലം. ഇപ്പൊ ശിവന് തോന്നി ഇവരെ കൊടുത്ത് കൂടുകയാണ്. ഇവരെ അന്വേഷിച്ച് ചെന്നപ്പോ ശിവൻ എന്ത് ചെയ്തു, വലിയൊരു കാളയുടെ രൂപത്തില് ഈ കാളകളുടെ കൂട്ടത്തിലാ കൂടി. ഇങ്ങനെ മല കയറി പോയി. അപ്പോ ഇവർക്ക് ഭയങ്കര വിഷമമായി. കാരണം അപ്പൊ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഇപ്പൊ ശിവനെ കിട്ടാനില്ല. എല്ലാവരും കൂടി തീരുമാനമായി ഇപ്പൊ എന്താ ചെയ്യുക. അപ്പൊ നോക്കുമ്പോ ശിവനെ കണ്ടവരാരും ഇല്ല, പരിചയമില്ല. ശിവനെ ഇപ്പൊ രാജുവിനെ കണ്ടുപിടിക്കണമെങ്കിൽ രാജു എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ ആദ്യം, അതില്ല. അപ്പൊ ഇത് കണ്ടിട്ടുള്ള ഒരാൾ അർജുനൻ മാത്രമേ ഉള്ളൂ. അർജുനൻ പാശുപതാസ്ത്രത്തിന് തപസ് ചെയ്യുമ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അർജുനറിയാം ശിവന്റെ രൂപം എന്ന തരത്തിലാണ്. അർജുനൻ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം പോവുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മല കയറി വിളിക്കാൻ തുടങ്ങും. ഈ കാളക്കൂട്ടത്തിൽ ഒരു കാളയ്ക്ക് മാത്രം ഒരു പ്രത്യേകത. അപ്പൊ അർജുനന് ഇങ്ങനെ തോന്നി മനസ്സിൽ ഇതായിരിക്കും. അപ്പൊ അങ്ങനെ അർജുനന്റെ കാര്യം ഇല്ലാതെ വരുന്നാണെങ്കിലും ശക്തി കൊണ്ട് ഭീമനാ ഹേമൻ. അപ്പൊ പറഞ്ഞു, ഭീമേട്ട ഒരു കാര്യം ചെയ്തോളൂ, ആ കാണുന്ന കാളേനെ ഇങ്ങോട്ട് പിടിച്ചോ. ഭീമൻ കാളകളുടെ കൂടിയൊക്കെ തപ്പി പിടിച്ചു പോയിട്ട് ആ കാണുന്ന കാളെ ചാടി ഒരു പിടുത്താണ്. അപ്പൊ ഈ പൂഞ്ഞ മാത്രം ഭീമന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി, പുറത്തുള്ള ബാക്കി രൂപം മുഴുവൻ ഭൂമിയിൽ താന്നുപോയി. ഈ കാളയുടെ ശിവനായിരുന്നു ആ കാള. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പൂഞ്ഞ പോലെ, ശിവലിംഗം പോലെയല്ല, ഒരു പൂഞ്ഞ, നമ്മളെ കാളയുടെ പൂഞ്ഞ വിഗ്രഹമായിട്ട്. അത് ഉരുണ്ടിട്ടൊന്നുമല്ല, അങ്ങനെ പരന്നിട്ട് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതിലൊക്കെ നമുക്ക് സ്പർശിക്കാം. 12 ജ്യോതിർലിംഗങ്ങളിൽ എല്ലാം ശരിക്കും സ്പർശിച്ചു തൊടാവുന്ന സംവിധാനമാണ്. ഇപ്പോഴാണ് അത് ഇല്ലാണ്ടായി തുടങ്ങിയത്. 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. 12ലും നമുക്ക് സ്പർശിച്ച് തൊഴാം. അതായിരുന്നു കേരളത്തരം. ഇപ്പൊ സ്വർണ്ണത്തിലൊക്കെ പറ്റില്ല, കാശിയിലൊക്കെ നമ്മൾ തൊട്ടിരുന്നില്ലേ, അപ്പൊ പറ്റുമോ? അപ്പൊ അതേപോലെ. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് തൊട്ടാലുണ്ടല്ലോ അതിനൊരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും തൊടാൻ പറ്റും. 6 മാസമേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞാൽ മഞ്ഞ് വന്ന് മൂടിയൊന്നുമില്ല. പക്ഷേ പിന്നെ അവിടെ കേരളത്തിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ സ്ഥിര സംവിധാനങ്ങളൊന്നുമില്ല. ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഇല്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്തു വെച്ചാല് ഒരു 2015-ലോ 14-ലോ ഉണ്ടായത്. 14-ലാന്നൊക്കെ ഒരു സംശയമുണ്ട്. 14-ല് അവിടെ കുറെ സ്ഥിരം ബിൽഡിങ്ങുകൾ സ്വരൂപിച്ചു തുടങ്ങി. കുറേശ്ശെ സ്വരൂപിച്ചു തുടങ്ങി. 14-ല് ഒരു മഴ പെയ്തു. കംപ്ലീറ്റ് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പോയി. കഷ്ടി ഏകദേശം ഒരു 5000 എവിടേക്ക് പോകണം, എന്താ ചെയ്യണം. എപ്പോഴും നമ്മൾ പോകുമ്പോ ഒരു കേടുമില്ലാത്ത ഡെഡ് ബോഡി കാണാം. കാരണം മഞ്ഞും തണുപ്പല്ലേ, അവിടെ എങ്ങനെ ഡെഡ് ബോഡി കേടുവരില്ലല്ലോ. അപ്പൊ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു സാധനവും അവിടെ ഇല്ല. ബാക്കി മുഴുവൻ ഒറിജിനല് മിലിറ്ററിക്കാരുടെ ക്യാമ്പ്, അതേമാതിരി താൽക്കാലിക ടെന്റുകൾ, താൽക്കാലിക സംവിധാനം മാത്രമേ എപ്പോഴും ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായാലേ